മൂന്നാം നരേന്ദ്രമോദി സർക്കാരിൻ്റെ രണ്ടാം വാർഷികം ജൂൺ 10-നാണ്. അപ്പോൾ ഇതിനോടനുബന്ധിച്ച് ക്യാബിനറ്റ് റീഷഫിൾ ഉണ്ടാകുന്നുള്ള ഒരു പ്രതീക്ഷയിലാണ് പല ആളുകളും നിൽക്കുന്നത്. ഇത് സംബന്ധിച്ചുള്ള റൂമറുകളൊക്കെ വളരെ സജീവമായിട്ട് തന്നെ നിൽക്കുന്നുണ്ട്. മാധ്യമങ്ങളൊക്കെ കുറേ ആയിട്ട് ഇത് സംബന്ധിച്ചുള്ള വാർത്തകളൊക്കെ കൊടുക്കുന്നുണ്ട്. രണ്ട് പേരുകളാണ് പ്രധാനമായും എല്ലാവരും പ്രതീക്ഷിക്കുന്നത്. അണ്ണാമലൈ, പിന്നെ മറ്റൊന്ന് രാഘവ് ചദ്ദ. ഇവർ രണ്ടുപേരും കേന്ദ്ര മന്ത്രിസഭയിലേക്ക് വരാനുള്ള ഒരു സാധ്യതയുണ്ട്. പ്രത്യേകിച്ച് അണ്ണാമലയെ ആന്ധ്രാപ്രദേശിൽ നിന്ന് രാജ്യസഭയിലേക്ക് നോമിനേറ്റ് ചെയ്യാൻ BJP ഏതാണ്ട് തീരുമാനിച്ചു എന്നാണ് മനസ്സിലാക്കുന്നത്. അങ്ങനെയാണെങ്കിൽ അണ്ണാമലൈ കേന്ദ്രമന്ത്രിയാകും. തമിഴ്നാടിനൊക്കെ ഗുണം ചെയ്യുന്ന, തമിഴ്നാടിൽ കൂടുതൽ ഇടപെടാൻ പറ്റുന്ന, അണ്ണാമലയുടെ ഒരു വിസിബിലിറ്റി ഉയർത്താൻ പറ്റുന്ന ഏതെങ്കിലും ഒരു വകുപ്പ് അദ്ദേഹത്തിന് ലഭിച്ചേക്കാമെന്നുള്ള റിപ്പോർട്ടുകളാണ് വരുന്നത്. പ്രത്യേകിച്ച് തമിഴ്നാട് രാഷ്ട്രീയത്തിലെ ഒരു സാഹചര്യം നമുക്കറിയാം. കാരണം അണ്ണാമലൈ നല്ല രീതിയിൽ പ്രവർത്തിച്ചതാണ്. കഴിഞ്ഞ ലോക്സഭാ ഇലക്ഷനിൽ BJPയുടെ വോട്ട് ശതമാനം 11-ൽ എത്തിക്കാൻ അണ്ണാമലയ്ക്ക് കഴിഞ്ഞിരുന്നു. NDA 18% വോട്ടൊക്കെ നേടി. അപ്പോൾ ആ ഒരു അഡ്വാൻറ്റേജ് പൊസിഷനിൽ നിന്നാണ് ഇപ്പോൾ ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അണ്ണാമലൈ വിട്ടുനിന്നപ്പോൾ കൃത്യമായ തിരിച്ചടി BJPക്ക് നേരിടേണ്ടി വന്നു. വെറും 3%-അടുത്ത് വോട്ടാണ് ലഭിച്ചത്. ഒറ്റ സീറ്റ് കൊണ്ട് തൃപ്തിപ്പെടേണ്ടി വന്നു. കഴിഞ്ഞ തവണ 4 സീറ്റ് ഉണ്ടായിരുന്നു. പക്ഷേ ഇങ്ങനെയൊക്കെ ആണെങ്കിൽ AIADMK ഏതാണ്ട് അവസാനിച്ച ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. അത് പിളർപ്പിൻ്റെ വക്കിലാണ്. ഈ AIADMKയുടെ പിളർപ്പിന് പിന്നിൽ BJP ആണെന്നുള്ള റൂമേഴ്സൊക്കെ ഇങ്ങനെ നിൽക്കുന്നുണ്ട്. അതുകൂടാതെ തന്നെ DMK ആണെങ്കിലും പഴയൊരു പ്രഭാവത്തിലേക്ക് ഇനി തിരിച്ചു വരാനുള്ള ഒരു സാധ്യത കുറവാണ്. അപ്പം വിജയ് ഒരു ലോങ് റൺ പോകാൻ സാധ്യതയുണ്ട്. പക്ഷെ അങ്ങനെയാണെങ്കിലും ഈ ഭരണപരിചയം ഇല്ലായ്മയൊക്കെ സ്വാഭാവികമായിട്ടും 1-2 വർഷങ്ങൾ കഴിയുമ്പോൾ വിജയെയും TVKയും ബാധിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ 2029 ലോക്സഭ തെരഞ്ഞെടുപ്പായിരിക്കും BJPക്ക് മുമ്പുള്ള ഒരു പ്രധാന ടെസ്റ്റ്. തമിഴ്നാട്ടിലൊരു തിരിച്ചുവരവ് നടത്താൻ, അല്ലെങ്കിൽ BJP ഉദ്ദേശിക്കുന്ന രീതിയിലുള്ള ഒരു ഫുട് ഹോൾഡ് തമിഴ്നാട്ടിൽ ഉണ്ടാക്കാനുള്ള ശ്രമം ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായിട്ട് നടത്തുക എന്നുള്ളതായിരിക്കും പാർട്ടിക്ക് മുമ്പുള്ള ലക്ഷ്യം. അത് മുൻനിർത്തി ഇപ്പം കേന്ദ്രമന്ത്രിയൊക്കെ ആയിട്ട് അണ്ണാമലൈ വരികയാണെങ്കിൽ അദ്ദേഹത്തിന് നല്ലൊരു ഇമ്പാക്റ്റ് തമിഴ്നാട്ടിൽ ഉണ്ടാക്കാൻ പറ്റും. യൂത്തായിട്ട് നന്നായിട്ട് കണക്ട് ചെയ്യുന്ന ഒരു ലീഡറാണ്, നല്ല ഒറേറ്ററാണ്, അക്കാഡമിക് പശ്ചാത്തലമുള്ള വ്യക്തിയാണ്. അപ്പോൾ അതിനനുസരിച്ചുള്ള വകുപ്പൊക്കെ കൊടുക്കുകയാണെങ്കിൽ, ഇൻഡസ്ട്രിയുമായി ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട എന്തെങ്കിലുമൊക്കെ വകുപ്പ് കൊടുക്കുകയാണെങ്കിൽ തമിഴ്നാട്ടിൽ അദ്ദേഹത്തിന് ഒരു വലിയ ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ പറ്റും. ഒരു അധികാര കേന്ദ്രം എന്നുള്ള രീതിയിലേക്കൊക്കെ മാറാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ അണ്ണാമലൈ കേന്ദ്ര മന്ത്രിസഭയിൽ ഉൾപ്പെടും എന്നാണ് എല്ലാവരും പ്രതീക്ഷിക്കുന്നത്. ഈ ക്യാബിനറ്റ് റീഷഫിളിൽ അണ്ണാമലൈ ഉണ്ടാകും എന്നുള്ളൊരു ഉറച്ച ഒരു ബോധ്യത്തിലാണ് ഇപ്പോൾ പല ആളുകളും, പ്രത്യേകിച്ച് മാധ്യമങ്ങളും നിരീക്ഷകരൊക്കെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അണ്ണാമലൈ നല്ലൊരു ചോയ്സ് തന്നെയായിരിക്കും. കാരണം അണ്ണാമലൈ പോലുള്ള ഒരു ലീഡർ, തമിഴ്നാടിന് പുറത്തും വലിയ കമാൻഡും സ്വീകാര്യതയൊക്കെ ഉള്ള ഒരു ലീഡറാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ കേന്ദ്ര മന്ത്രിസഭയിൽ ഇത്തരം വിഷനറി ആയുള്ള ആളുകളുടെ ഒരു അഭാവമുണ്ട് എന്നുള്ളൊരു വിലയിരുത്തൽ പൊതുവെയുണ്ട്. പ്രത്യേകിച്ച് ധർമ്മേന്ദ്ര പ്രധാനൊക്കെ ഒരുപാട് വിമർശനങ്ങളാണ് നേരിട്ടുകൊണ്ടിരിക്കുന്നത്. വിദ്യാഭ്യാസ വകുപ്പിൽ ഒരുപാട് പാളിച്ചകൾ ഉണ്ടായിട്ടുണ്ട്. പ്രത്യേകിച്ച് നീറ്റ് ചോർച്ചയൊക്കെ ആ പാർട്ടിയുടെ ഒരു ഇമേജ് തന്നെ വലിയ തോതിൽ ഒരു ഡാമേജ് ഉണ്ടാക്കുന്ന തലത്തിലേക്ക് മാറിയിട്ടുണ്ട്. അപ്പോൾ പെട്ടെന്ന് തന്നെ, പ്രത്യേകിച്ച് അടുത്ത വർഷകാല സമ്മേളനമൊക്കെ പാർലമെൻറ്റ് ആരംഭിക്കാൻ പോവുകയാണ്. അപ്പോൾ അതിന് മുന്നോടിയായിട്ട് തന്നെ ഒരു റീഷഫിൾ ഉണ്ടാവുക എന്നുള്ളത് BJPക്ക് മുമ്പുള്ള ഒരു ഓപ്ഷനാണ്. പിന്നെ മറ്റൊരു പ്രധാനപ്പെട്ട ഒരു ഓപ്ഷൻ ആയിട്ട് നിൽക്കുന്നത്, അല്ലെങ്കിൽ കേന്ദ്രമന്ത്രിസഭയിലേക്ക് വരാൻ സാധ്യതയുള്ള ഒരു വ്യക്തി രാഘവ് ചദ്ദയാണ്. രാഘവ് ചദ്ദ എന്ന് പറയുമ്പോൾ യങ് ആയിട്ടുള്ള, ഡൈനാമിക് ആയിട്ടുള്ള ജെൻസി വിഭാഗക്കാർക്കിടയിൽ നിർണായക സ്വാധീനമുള്ള ഒരു ലീഡറാണ്. ആം ആദ്മി പാർട്ടിയിൽ നിന്ന് അദ്ദേഹം BJPയിൽ എത്തിയെങ്കിലും അദ്ദേഹത്തിൻ്റെ പ്രഭാവത്തിന് വലിയ കോട്ടമൊന്നും തട്ടിയിട്ടില്ല. സ്വാഭാവികമായിട്ടും ചില BJP വിരുദ്ധരായുള്ള ആളുകൾ അദ്ദേഹത്തെ അൺഫോളോ ഒക്കെ ചെയ്ത് സോഷ്യൽ മീഡിയയിൽ പോയിട്ടുണ്ടാവും. പക്ഷെ അതൊന്നും ഒരു ഫാക്ടറല്ല. BJPയിൽ അദ്ദേഹത്തിൻ്റെ ഇന്നിങ്സ് ഇനി ആരംഭിക്കാൻ പോകുന്നേ ഉള്ളൂ, പ്രത്യേകിച്ച് പാർലമെൻ്ററി രാഷ്ട്രീയത്തിലൊക്കെ. അതുകൊണ്ട് തന്നെ രാഘവ് ചദ്ദയ്ക്ക് ഒരു ക്യാബിനറ്റിൽ ഒരു സ്പേസ് ഉണ്ടാകും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. പ്രത്യേകിച്ച് ഈ ജൻസികളെ ഓർഗനൈസ് ചെയ്യാനുള്ള ഒരു ശ്രമം ആഗോള തലത്തിൽ ഇപ്പോൾ നടക്കുന്നുണ്ട്. പ്രത്യേകിച്ച് കോക്രോച്ച് ജനതാ പാർട്ടിയൊക്കെ രൂപീകരിച്ചത് ആ ഒരു ലക്ഷ്യം വെച്ചാണ്, അമേരിക്ക കേന്ദ്രീകരിച്ചാണ് ആ സംഭവങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത് എല്ലാവർക്കും അറിയാം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു റിയാലിറ്റി ചെക്ക് എന്നുള്ള രീതിയിൽ ഇത്തരം യൂത്ത് ആയുള്ള ഒരുപാട് ലീഡേഴ്സിനെയൊക്കെ മന്ത്രിസഭയിലേക്കൊക്കെ കൊണ്ടുവരികയാണെങ്കിൽ അതിൻ്റെ ഒരു മാറ്റം BJPക്കും ഉണ്ടാക്കാൻ സാധിക്കും. പിന്നെ അടുത്ത വർഷം പ്രധാനപ്പെട്ട സംസ്ഥാനങ്ങളിലേക്ക് നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്നുണ്ട്. ഉത്തർപ്രദേശ്, ഉത്തരാഖണ്ഡ്, ഗുജറാത്ത്, പഞ്ചാബ്, മണിപ്പൂർ, പിന്നെ ഗോവ, ഇവിടങ്ങളിലെല്ലാം തെരഞ്ഞെടുപ്പ് നടക്കാൻ പോവുകയാണ്. അപ്പം BJPയെ സംബന്ധിച്ച് ഇവിടെയെല്ലാം അധികാരത്തിൽ എത്തേണ്ടതുണ്ട്. നിലവിൽ 5 സംസ്ഥാനങ്ങളും BJPയാണ് ഭരിക്കുന്നത്. 6ാമത്തെ സംസ്ഥാനമായ പഞ്ചാബിൽ ഭരണം പിടിക്കുക എന്നുള്ളതാണ് BJPയുടെ ലക്ഷ്യം. അപ്പോൾ ഇത് മുൻനിർത്തി ചില മാറ്റങ്ങളൊക്കെ മന്ത്രിസഭയിൽ ഉണ്ടാകാനുള്ളൊരു സാധ്യതയുണ്ട്. പിന്നെ ബംഗാളിലെ ഗംഭീര വിജയം, അസമിലെ വിജയം, അപ്പോൾ ഇതുകൂടി കണക്കിലെടുക്കുന്ന രീതിയിലുള്ള ഒരു പുനഃസംഘടനയായിരിക്കും. പ്രത്യേകിച്ച് BJPയുടെ ഒരു വിജയശില്പി എന്നൊക്കെ അറിയപ്പെടുന്ന സമീക് ഭട്ടാചാര്യ, ബംഗാളിലെ BJPയുടെ വിജയത്തിന് പിന്നിൽ പ്രവർത്തിച്ച സംസ്ഥാന അധ്യക്ഷൻ, ചിലപ്പോൾ ക്യാബിനറ്റിലേക്ക് വന്നേക്കാം എന്നാണ് അറിയാൻ സാധിക്കുന്നത്. അപ്പോൾ ഇത്തരം മാറ്റങ്ങളൊക്കെ BJPയുടെ ഭാഗത്തു നിന്നുണ്ടാകും. കാരണം ഇനി
നിർണായക ഘട്ടത്തിലൂടെയാണ് പോകുന്നത്. രാജ്യം പല വെല്ലുവിളികളെയും നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. കേന്ദ്ര മന്ത്രിസഭയിൽ നിലവിൽ 2 മലയാളികളാണുള്ളത്, സുരേഷ് ഗോപിയും ജോർജ് കുര്യനും. ഇതിൽ ജോർജ് കുര്യൻ്റെ രാജ്യസഭാ കാലാവധി അവസാനിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അദ്ദേഹം മന്ത്രിസഭയിൽ തുടരാനുള്ളൊരു സാഹചര്യം കുറവാണ്. വീണ്ടും അദ്ദേഹത്തെ നോമിനേറ്റ് ചെയ്യുന്നു തോന്നുന്നില്ല. നിലവിലെ സാഹചര്യത്തിൽ അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങൾ ന്യൂനപക്ഷങ്ങളെ കൂടുതൽ ഏകോപിപ്പിക്കാനൊന്നും സാധിച്ചിട്ടില്ല എന്നുള്ളൊരു വിലയിരുത്തൽ പൊതുവെ കേന്ദ്ര സർക്കാരിനും പാർട്ടിക്കൊക്കെ ഉണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് തന്നെ ജോർജ് കുര്യനെ വീണ്ടും രാജ്യസഭയിലേക്ക് നോമിനേറ്റ് ചെയ്യാനുള്ളൊരു സാധ്യത കുറവാണ്. അങ്ങനെയാണെങ്കിൽ ജോർജ് കുര്യൻ മന്ത്രിസ്ഥാനത്ത് നിന്ന് പോവുകയാണെങ്കിൽ, പുറത്തു പോവുകയാണെങ്കിൽ ആര് കേരളത്തിൽ നിന്ന് മന്ത്രിയായിട്ട് വരും പകരം എന്നുള്ളതാണ് മറ്റൊരു ചോദ്യമായിട്ട് നിൽക്കുന്നത്. സദാനന്ദ മാസ്റ്ററുടെ പേര് വളരെ സജീവമായിട്ട് ഇങ്ങനെ കേൾക്കുന്നുണ്ട്. അദ്ദേഹം രാജ്യസഭാ അംഗമാണ്. അതുകൂടാതെ തന്നെ കെ സുരേന്ദ്രൻ്റെ പേരും ഇടയ്ക്കിങ്ങനെ വളരെ സജീവമായിട്ട് ഉയർന്നു വന്നിരുന്നു. എന്തായാലും BJP ആണ് പാർട്ടി. നമ്മുടെ പ്രഡിക്ഷനോ അല്ലെങ്കിൽ വിലയിരുത്തലിനോ ഒന്നും വലിയ സാധ്യതയില്ല. എല്ലാവരെയും അത്ഭുതപ്പെടുത്തുന്ന രീതിയിലുള്ള തീരുമാനങ്ങൾ എടുക്കുന്ന ഒരു പാർട്ടിയാണ് BJP. എന്തായാലും കാത്തിരുന്ന് തന്നെ മനസ്സിലാക്കാം.